അപ്പൊ ഇന്ന് നമുക്ക് കടമക്കുടി വരെ ഒന്ന് പോയാലോ? അപ്പൊ ഇന്ന് കടമക്കുടി വ്ളോഗാണ്. ഞങ്ങളിപ്പോ കടമക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. 4 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ കടമക്കുടി എത്താൻ വേണ്ടി. അപ്പൊ പോണ വഴിയാണ്. ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ആയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പൊട്ടെടുത്തിട്ടു കേട്ടോ, മഴ പൊടിയുന്നുണ്ട്. ഇവിടെ ചേട്ടന്മാര് ചൂണ്ടൊക്കെ ഇടുന്നുണ്ട്, നമുക്ക് അതും കാണാം. അവിടെ ചേട്ടന്മാരെന്തോ വലയിടാണ് അല്ലേ? എന്ത് തിരക്കാ! പിഴലയായിരുന്നു, അതാണ് നമ്മള് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന പിഴല വ്യൂ പോയിന്റ് ആയിരുന്നു അത്. അതാണ് അവിടെ അത്ര തിരക്ക്. നമ്മള് ഗൂഗിൾ മാപ്പ് നമ്മളേതോ ഇടുങ്ങിയ വഴി കൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കടമക്കുടിയിലേക്ക് കടക്കാൻ വേണ്ടി ഇതിലാണ് പോണത്. ഇത് ജങ്കാറില്. ഇതെന്താ സംഭവം? നമ്മൾ പോയത് പിഴല വഴിയായിരുന്നു. അപ്പോൾ പിഴലന്ന് നമ്മൾ അപ്പുറത്ത് കടന്നാലാണ് കടമക്കുടി. അപ്പോൾ ഈ 2 വഞ്ചി കൂട്ടിയിട്ടിട്ട് ജങ്കാറ് പോലെയുള്ള ഈ സംവിധാനത്തിലാട്ടോ അപ്പുറത്തേക്ക് കിടക്കുന്നത്. എങ്ങനെയുണ്ട് ശ്യാമേ? ശ്യാമ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മെട്രോ വരുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വഞ്ചി കയറി ഇപ്പുറത്തി. ഇനി എങ്ങോട്ടാന്ന് അറിയില്ല. ഞാൻ ശ്യാമ ഒരു വഴിക്ക് ഇങ്ങനെ പോവാണ് അല്ലേ? കടമക്കുടി എത്തി. എന്താ തിരക്ക് നോക്ക്. ഞായറാഴ്ച അല്ലേ? തിരക്കേ തിരക്കേ. നല്ല തിരക്കുണ്ട് അല്ലേ ശ്യാമേ? അല്ലേ ശ്യാമേന്ന് ചോദിച്ചാലും മിണ്ടാൻ മടിയാണ് ഞങ്ങൾക്ക്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് സൺഡേ കൊണ്ടാണ് നല്ല തിരക്കുണ്ട്. ചെളിയുണ്ട് കുറെ സ്ഥലത്ത്, മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ. ഡോറ് തുറക്ക്. പിന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് മഴ പെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷെ മഴ പെയ്തില്ല. ഞാൻ വലിയ കാര്യത്തിനും മഴയൊക്കെ പൊടിഞ്ഞപ്പോ ഇപ്പൊ പെയ്യുന്നു വിചാരിച്ച് കോട്ടൊക്കെ ഇട്ടു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ശ്യാമ കുളിച്ചില്ല കേട്ടോ, മഴ പെയ്ത നനയൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ട് കോട്ടും എടുത്തില്ല. ഞാൻ കയ്യിൽ കോട്ടൊക്കെ എടുത്തു. ഇനി മഴ പെയ്യാതാ നനയണ്ടല്ലോ വിചാരിച്ചിട്ട് ശ്യാമ കോട്ടൊന്നും എടുത്തില്ല. എന്തായാലും കുളിക്കാൻ വന്നതല്ലേ പറഞ്ഞിട്ട്. ശ്യാമിനോടൊപ്പം ഇനി കുറച്ചു നേരം രേവതി നിൽക്കാൻ പോവാണ്. എടുത്തരില്ലേ ശ്യാമ ഫോട്ടോസ്? നോക്ക്, കൈ മാറ്റ്. എന്തിനാ എപ്പോഴും ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇടണേ? അശേ, അവിടെ എന്തോ കയാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് ഫോട്ടോ എടുക്കട്ടെ മഴ പെയ്യുന്നതിന് മുന്നേ. അങ്ങനെ അതേ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ശ്യാമേ ശ്യാമേ എനിക്ക് കപ്പയും ബീഫും കഴിക്കണം. മേടിച്ചു തരുമോ? സെറ്റാക്കാം. മഴ എന്താ പെയ്യാത്തത്? മഴ പെയ്യണം. മഴ പെയ്യുന്നില്ല ഗൈസ്. അവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ ഒരു പാലുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കടമക്കുടി? പറയൂ, ഓഡിയൻസിനോട് പറയൂ. പോരാന്ന്. കൊറേ ദിവസം മുന്നേ ശ്യാമാണ് പറഞ്ഞത് നമുക്ക് കടമക്കുടി പോയപ്പോ നല്ല വൈബാവും മഴയൊക്കെ പെയ്തിട്ട്. പക്ഷെ പിന്നെ തിരുവാലിയുടെ അത്ര പോരാന്ന്. പിന്നെ പാടത്ത് നെൽകൃഷി ഉണ്ടോ ഇവിടെ? തിരുവാലിയിൽ നെൽകൃഷി വെറുതെ തള്ളാണ്.
സ്പോട്ട് മാറ്റി പിടിച്ചു. അവിടെ തിരക്കായപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നു. ഇങ്ങനെ നടക്കാണ്, നോക്ക് തിരക്ക്. ശ്യാമേ ചായ കുടിക്കാം. നോക്കാന്ന് പറഞ്ഞിട്ട് ചായ മേടിക്കാൻ വന്നതാ. ഒടുക്കത്തെ തിരക്ക്. പുള്ളി മഴ പെയ്തു കേട്ടോ. മഴ പെയ്തോണ്ടിരിക്കുന്നു, തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്നുണ്ട്. കാറ് വെച്ചിട്ട് നോക്ക്. ക്ഷമേ വന്നു പോയി ഗായ്സ്. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. മഴ വരണില്ലല്ലോ, മഴ വരണില്ലല്ലോ. പോവാണ് ഇവിടെ നിന്ന്. നല്ല ഇടിവെട്ടിയുണ്ട്. മഴ തുള്ളി തുള്ളിയായിട്ട് പെയ്യണേ ഉള്ളൂ. ഞാനിപ്പോൾ പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കാണ്. പെയ്യുന്നില്ല, പക്ഷെ നല്ല ഇടിവെട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവാൻ വിചാരിച്ച് ഇറങ്ങാണ്. കുത്തി സമയം 6 മണിയായിട്ടുള്ളൂ. നല്ല കാറ്റ്. നടക്കാണ്ട് അതൊക്കെ ഒറ്റിച്ച് ആ പുഞ്ചി ഉണ്ടാക്കണ്ട് ഇവിടെ. പോകുന്ന വഴി ഇവിടെ നിർത്തിയതാട്ടോ, ഭയങ്കര മഴയായതുകൊണ്ട്. മഴയൊക്കെ കുറഞ്ഞിട്ടോ. നമ്മള് വാരാപ്പുഴ കഴിഞ്ഞ് എടപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ എന്തായാലും പള്ളി എത്തിട്ടോ. ഇനി എപ്പോൾ വീട്ടിലെത്തുമെന്ന് അറിയാൻ പാടില്ല. നല്ല ബ്ലോക്കാണ് ഏതായാലും. തിരിച്ച് വീട്ടിലെത്തിട്ടോ. മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1.5 മഴയായിപ്പോയി. മഴ പെയ്തപ്പോ ഉണ്ട് ഫോണൊക്കെ നനഞ്ഞു. എന്നിട്ട് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. തുടങ്ങിയ മഴ വരാപ്പുഴ ടൗൺ എത്തിയപ്പോ ഒന്ന് നിന്നു. പിന്നെ എടപ്പള്ളി കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ ഒരു മഴ. അവിടെ നിന്ന് ഇവിടെ വരെ ഒരു മഴയായിരുന്നു. ഇടിവെട്ടി ഉണ്ടായിരുന്നു. എന്തായാലും കടമക്കുടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു ആ ഒരു ടൈമില്. മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തതായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്താന്ന് വെച്ചാല് നല്ല ഇടിവെട്ടിയും നല്ല കാറ്റും, നിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.